2008 മലേഗാവ് സ്ഫോടന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, RSS സർസംഘചാലക് മോഹൻ ഭാഗവത് എന്നിവരുടെ പേര് പറയാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചതായി സാധ്വി പ്രജ്ഞ സിംഗ് ഠാക്കൂർ. മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദമുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. NIA കോടതി കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർണായക വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ, ഇന്നലെ ഈ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വലിയൊരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. തൊട്ടുപുറകെ പ്രജ്ഞ സിംഗ് ഠാക്കൂറിന്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. ദിൽമ, 2008 മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിപ്പോൾ NIA കോടതി കുറ്റവിമുക്തയാക്കിയിട്ടുള്ള സാധ്വി പ്രജ്ഞ സിംഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത് നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. അതായത് അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള അന്വേഷണ സംഘം സ്ഫോടന കേസിൽ നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെയും പേര് കേസിൽ പറയുന്നതിനു വേണ്ടി അന്വേഷണ സംഘം നിർബന്ധിച്ചു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രജ്ഞ സിംഗ് ഠാക്കൂർ നടത്തിയിട്ടുള്ളത്. അതായത് ഈ മലേഗാവ് സ്ഫോടന കേസിൽ ഹിന്ദു നേതാക്കളെയും RSS നേതാക്കളെയും വ്യാജമായി ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ഹിന്ദുത്വ ഭീകരത, കാവ്യ ഭീകരത ഉണ്ട് എന്ന് വരുത്തുന്നതിനായി അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉള്ളതാണ്. അത്തരം ആരോപണങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതും അത്തരം ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നൊരു പരിധിവരെ ശരിവെക്കുന്നതുമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞ സിംഗ് ഠാക്കൂറിന് പുറമെ ഇന്നലെ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ATS മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തൽ RSS സർസംഘചാലക് മോഹൻ ഭഗവതിനെ അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണം നിയന്ത്രിച്ചിരുന്ന ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പരംബീർ സിംഗ് തന്നോട് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിനെയും ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ചു, സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മെഹബൂബ് മുജാവർ എന്ന മുൻ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇന്നിപ്പോൾ സാധ്വി പ്രജ്ഞ സിംഗ് ഠാക്കൂർ വെളിപ്പെടുത്തിയത് കേസിൽ നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെയും പേരുകൾ പറയാൻ അന്വേഷണ സംഘം തന്നെ നിർബന്ധിച്ചു എന്ന വെളിപ്പെടുത്തലാണ് പ്രജ്ഞ സിംഗ് ഠാക്കൂർ നൽകിയത്. 2008 കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം. അന്ന് UPA ഭരണകാലത്ത് രാജ്യത്തിനകത്ത് ഹൈദരാബാദിലും മുംബൈയിലും ഡൽഹിയിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇസ്ലാമിക ഭീകരവാദികൾ നിരന്തരം സ്ഫോടനങ്ങൾ നടത്തുകയും വലിയ ചോദ്യങ്ങൾ കോൺഗ്രസ് സർക്കാരിനെതിരെ UPA സർക്കാരിനെതിരെ ഉയർന്നിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് 2008 സെപ്റ്റംബറിൽ മലേഗാവ് സ്ഫോടനം നടക്കുന്നത്. ആ സ്ഫോടനത്തിൽ ഹിന്ദു നേതാക്കളെയും ഒപ്പം BJP RSS നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് ഹിന്ദു ഭീകരവാദം, കാവി ഭീകരവാദം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമം കോൺഗ്രസ് സർക്കാർ നടത്തി എന്നത് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ BJP ഹിന്ദു നേതാക്കൾ മുൻപോട്ട് വെച്ചിരുന്നു. ആരോപണങ്ങൾ ഇപ്പോൾ NIA കോടതി ശരിവെക്കുകയും കൂടിയാണ്. NIA കോടതി ഏറ്റവും ഒടുവിൽ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 7 പ്രതികൾ സാധ്വി പ്രജ്ഞ സിംഗ് ഠാക്കൂറും ലഫ്റ്റനന്റ് കേണലായിരുന്ന ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെടെ 7 പ്രതികളും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് NIA കോടതി 7 പ്രതികളെയും പുറത്ത് കുറ്റവിമുക്തരാക്കിക്കൊണ്ട് വെറുതെ വിട്ടിട്ടുള്ളത്. അതിന് പിറകെയാണ് ഈ അന്വേഷണത്തിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. നേരത്തെ നമുക്കറിയാം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പ്രജ്ഞ സിംഗ് ഠാക്കൂറിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അടക്കം പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നിർബന്ധം ചെലുത്തിയെന്നാണ് തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്.